നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി. സോ ഇന്ന് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. സോ നമുക്കറിയാവുന്നതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റാണ് സബ്ജക്റ്റ് പ്ലസ് V1, വേർബിന്റെ ഫസ്റ്റ് ഫോമാറ്റ്, അതായത് present form. Let's begin. So first one is സൂര്യൻ എവിടെ ഉദിക്കുന്നു. സോ നമുക്കിത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ സൺ ആണല്ലേ. എവിടെ, വേർ, ഉദിക്കുക, ഇറ്റ് ഇസ് റൈസ്. സോ സൺ, സൂര്യൻ, റൈസ്, ഉദിക്കുക, വേർ, എവിടെ. സോ we can create the question as where does the sun rise? സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ does ഉപയോഗിച്ചത്? Why? Because the subject, ഏതാ സബ്ജക്റ്റ് here? The sun അല്ലേ. sun എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ does ആണ് യൂസ് ചെയ്തത്. So the question should be where does the sun rise? So അങ്ങനെയാണെങ്കിൽ where does the sun rise? So what should be the answer? എന്തായിരിക്കും ആൻസർ? The answer will be സൂര്യൻ കിഴക്കുദിക്കുന്നു, അതായത് the sun rises in the east. So now let's move into another example. അവൻ രാവിലെ എപ്പോൾ സ്കൂളിൽ പോകും. നമുക്ക് ഓരോന്നിൻ്റെയും ഇംഗ്ലീഷ് വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അവൻ, ഹി, പോവുക, ഗോ, സ്കൂളിലേക്ക്, ടു സ്കൂൾ, എപ്പോൾ, വെൻ. സോ അവൻ രാവിലെ എപ്പോൾ സ്കൂളിൽ പോകും എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വെൻ ഡസ് ഹി ഗോ ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. വെൻ ഡസ് ഹി ഗോ ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്. അവൻ രാവിലെ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. സോ വാട്ട് ക്യാൻ ബി ദ ആൻസർ? അവൻ രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകും, അല്ലെങ്കിൽ അവൻ രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹി ഗോസ് ടു സ്കൂൾ അറ്റ് 9 o'clock in the morning. Now let's move to another example. അവൻ ക്രിക്കറ്റ് കളിക്കുമോ. അവൻ, ഹി, കളിക്കുക, പ്ലേ. സോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അവൻ ക്രിക്കറ്റ് കളിക്കുമോ. ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. സി ഹിയർ, ഇവിടെ ഹി ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡൂവിൻ്റെ കൂടെ es ആഡ് ചെയ്തു. സോ അവൻ ക്രിക്കറ്റ് കളിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. സോ എന്തായിരിക്കും ആൻസർ വരിക? ഐദർ യെസ്, ഹി പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കും, ഇല്ലെങ്കിൽ നോ, ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്, ഇല്ല, അവൻ ക്രിക്കറ്റ് കളിക്കില്ല. സോ ഇങ്ങനെ 2 തരത്തിലുള്ള ആൻസർ വരാൻ സാധ്യതയുണ്ട്. നൗ ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. അവൾ എല്ലാ ദിവസവും TV കാണുമോ. The question, right? So we'll see the corresponding English words. അവൾ, she, കാണുക, watch, എല്ലാ ദിവസവും, every day. So എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? അവൾ എല്ലാ ദിവസവും TV കാണുമോ. Does she watch television every day? She is the subject. So ഇവിടെ നമ്മൾ വെർബിൽ ഡൂവിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു? es ആഡ് ചെയ്തു. സോ does she watch television every day? So എന്തായിരിക്കും ആൻസർ? yes, she watches television every day. അവൾ എല്ലാ ദിവസവും TV കാണും, അല്ലെങ്കിലോ no, she does not watch television every day. ഇല്ല, അവൾ എല്ലാ ദിവസവും TV കാണില്ല. Now let's see another example. അവൾക്ക് മാംഗോ ഇഷ്ടമാണോ. അവൾ, she, ഇഷ്ടപ്പെടുക, like. So how should be the question? അവൾക്ക് മാംഗോ ഇഷ്ടമാണോ. ഡസ് ഷീ ലൈക്ക് മാംഗോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരാൻ സാധ്യതയുള്ളത്? അതെ, അവൾക്ക് മാംഗോ ഇഷ്ടമാണ്. യെസ്, ഷീ ലൈക്സ് മാംഗോ. ഇല്ലെങ്കിലോ നോ, ഷീ ഡസ് നോട്ട് ലൈക്ക് മാംഗോ. ഇല്ല, അവൾക്ക് മാംഗോ ഇഷ്ടമല്ല. നൗ ലെറ്റ്സ് മൂവ് ടു അനദർ എക്സാമ്പിൾ. നിങ്ങൾ സാധാരണയായിട്ട് ഞായറാഴ്ച സിനിമയ്ക്ക് പോകാറുണ്ടോ. നിങ്ങൾ സാധാരണയായി ഞായറാഴ്ച സിനിമ കാണാറുണ്ടോ. നിങ്ങൾ, യു, കാണുക, വാച്ച്,
സാധാരണയായി, യൂഷ്വലി. So how do we write it? Do you usually watch movie on Sunday? Do you usually watch movie on Sunday? അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങൾ സാധാരണയായിട്ട് ഞായറാഴ്ച സിനിമ കാണാറുണ്ടോ? അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ വരാൻ സാധ്യതയുണ്ടല്ലേ. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇഫ് യെസ് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? അതെ, ഞങ്ങൾ സാധാരണയായിട്ട് ഞായറാഴ്ച സിനിമ കാണാറുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യെസ്, വി യൂഷ്വലി വാച്ച് മൂവി ഓൺ സൺഡേ. ഇല്ലെങ്കിലോ നോ, വി യൂഷ്വലി ഡു നോട്ട് വാച്ച് മൂവി ഓൺ സൺഡേ. നോ, വി യൂഷ്വലി ഡു നോട്ട് വാച്ച് മൂവി ഓൺ സൺഡേ. ഇല്ല, ഞങ്ങൾ സാധാരണയായി ഞായറാഴ്ച സിനിമ കാണാറില്ല. Now let's move to another example. അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ടോ? Is a question, right? നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാം? Does he go to gym every day? അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോവാറുണ്ടോ? So what can be the answer? Yes അല്ലെങ്കിൽ no. Yes ആണെങ്കിലോ yes, അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോവാറുണ്ട്. Yes, he goes to gym every day. അവൻ എല്ലാ ദിവസവും പോകാറുണ്ട്. ഇല്ലെങ്കിലോ നോ, he does not go to gym every day. ഇല്ല, അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോവാറില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിൽ സീ ടുമോറോ വിത്ത് another video. Thank you.